ബസ്സിന്റെ സൈഡ് സീറ്റിലിരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ട് പുറം കാഴ്ചകൾ ഭാഗികമായി കണ്ടുകൊണ്ടിരുന്നവൾ കണ്ടക്ടറുടെ വിളി കേട്ടതും ഞെട്ടി സൈഡിലേക്ക് നോക്കി. ടിക്കറ്റ്. ഒരു മാമ്പുറം. 20 രൂപയുടെ ഒരു നോട്ട് അയാൾക്ക് നേരെ നീട്ടിക്കൊണ്ടവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ടിക്കറ്റും ബാക്കി പൈസയും അവൾക്ക് നൽകിക്കൊണ്ട് അയാൾ വീണ്ടും തിരക്കിനിടയിലേക്ക് മുന്നോട്ട് നീങ്ങി. ടൗണിൽ നിന്നും നാട്ടിലേക്കുള്ള ലാസ്റ്റ് ബസ്സാണിത്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. ജോലി കിട്ടിയ അന്നു മുതൽ അവൾ ജോലി കഴിഞ്ഞ് വരുന്നത് ഇതേ ബസ്സിൽ തന്നെയാണ്. എൻ്റെ കുട്ടി, നിനക്കൊരു സ്കൂട്ടി വാങ്ങിച്ചൂടെ? ഇപ്പം മാസാടവിന് വണ്ടി കിട്ടുമെന്ന് കഴിഞ്ഞ ദിവസം ആ രാഘവൻ്റെ മോൻ വന്നപ്പോൾ പറഞ്ഞിരുന്നു. അതൊരെണ്ണം വാങ്ങിച്ചാ നിന്റെ ഓട്ടപ്പാച്ചിലിനൊരു ആശ്വാസമാകുമല്ലോ. സങ്കടത്തോടെ തന്നെ നോക്കി പറയുന്ന അച്ഛമ്മയെ കണ്ടതും ദേവികയൊന്ന് പുഞ്ചിരിച്ചു. ശരിയാണ്, കഴിഞ്ഞ കുറച്ച് നാളായി ഈ ഓട്ടപ്പാച്ചിൽ തുടങ്ങിയിട്ട്. ആ കഷ്ടപ്പാട് കണ്ടിട്ടാവും ആ പാവം ഇന്ന് വണ്ടിയുടെ കാര്യം പറഞ്ഞത്. എൻ്റെ അച്ഛമ്മേ, വണ്ടിയൊക്കെ നമുക്ക് വാങ്ങിക്കാം. ഇപ്പം തൽക്കാലം ഞാൻ പോവാ, ഇപ്പം തന്നെ വൈകി. അച്ഛമ്മയ്ക്കൊരു ഉമ്മയും നൽകിക്കൊണ്ടവൾ ധൃതിയിൽ ബാഗും എടുത്ത് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. പതിവായി പോകുന്ന ബസ് വന്നതും അവൾ അതിൽ കയറി. തിരക്ക് നന്നേ കുറവായിരുന്നത് കൊണ്ട് സീറ്റുകൾ പലതും ഒഴിഞ്ഞിരുന്നു. ഒഴിഞ്ഞ ഒരു സീറ്റിൽ കയറിയിരുന്നു കൊണ്ടവൾ ബസ്സിലെ പാട്ട് ആസ്വദിച്ചുകൊണ്ട് അകലേക്ക് മിഴിയൂന്നി. ദേവു. കാതിൽ പതിഞ്ഞ നേർത്ത ശബ്ദത്തിനൊപ്പം കുറുകലോടെ നേർമയായി മൂളിക്കൊണ്ടവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. അവളുടെ ചെവിക്ക് പിറകിൽ നാവാൽ പതിയെ ഒഴിഞ്ഞുകൊണ്ടവൻ നഗ്നമായ അവളുടെ ഇടുപ്പിൽ പതിയെ പിടിമുറുക്കി. ആക്കി. എനിക്ക് എന്തോ പോലെ തോന്നുന്നു. അല്പം നാണത്തോടെ പറഞ്ഞുകൊണ്ടവൾ അവൻ അരികിൽ നിന്ന് അല്പം അകന്നു കിടന്നു. അത് കണ്ടവൻ ഒന്നുകൂടി അവളിലേക്ക് ചേർന്ന് കിടന്നുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. തൻ്റെ കഴുത്തിൽ പതിയുന്ന ചൂട് നിശ്വാസവും ഉമിനീരിൻ്റെ തണുപ്പും അറിഞ്ഞവൾ പതിയെ കണ്ണുകൾ ഇറുകിയടച്ചു. ദേവു, നിനക്ക് എന്താ പെണ്ണെ തോന്നുന്നത്? വികാരവായ്പോടി അവളുടെ കഴുത്തിൽ അമർത്തി ഉമ്മ വെച്ചുകൊണ്ടവൻ അവളെ തനിക്ക് നേരെ തിരിച്ചു കിടത്തി. പറ, എൻ്റെ പെണ്ണിന് എന്താ തോന്നുന്നത്? അത് പിന്നെ എനിക്കറിയില്ല. ദേഹം മുഴുവൻ ചുട്ടു പൊള്ളുന്നത് പോലെ, ശ്വാസത്തിന് പോലും തീ പോലെ ചൂട് തോന്നുന്നു. ദേഹം മുഴുവൻ വരിഞ്ഞു മുറുകുന്നു. ശ്വാസം മുട്ടുന്നത് പോലെ. അവളുടെ വാക്കുകൾ കേൾക്കെ നേർത്ത പുഞ്ചിരിയോടെ അവൻ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ട് ചേർത്തു. നിന്നെ കൂളാക്കാൻ ഞാൻ സഹായിക്കട്ടെ? പ്രണയത്തോടെയുള്ള അവൻ്റെ ചോദ്യം കേട്ടതും നാണത്തോടെ അവൾ അവൻ്റെ മുടിയിൽ കൈകോർത്തുകൊണ്ട് അവൻ്റെ ചുണ്ടിലേക്ക് ആഴ്ന്നിറങ്ങി. തൻ്റെ വസ്ത്രങ്ങൾ അഴിഞ്ഞു വീഴുന്നതും അവൻ്റെ കൈകളും ചുണ്ടും നാവും തൻ്റെ ദേഹത്തുകൂടെ ഇഴഞ്ഞു നീങ്ങുന്നതറിഞ്ഞവൾ സ്വപ്നത്തിൽ എന്നതുപോലെ നേർത്ത ശബ്ദത്തിൽ കുറുകി. ഹാ, ഇയാൾ ഉറങ്ങുവാണോ? ദേ, ടൗണിലെത്തി ഇറങ്ങുന്നില്ലേ? തന്നെ ആരോ തട്ടി വിളിക്കുന്നത് അറിഞ്ഞവൾ ഞെട്ടലോടെ ചുറ്റും നോക്കി. മുന്നിൽ നിൽക്കുന്ന കാക്കി ഷർട്ട് ധരിച്ച പയ്യനെ കണ്ടതും അവൾ ഉറക്കച്ചടവോടെ ഒന്ന് പുഞ്ചിരിച്ചു. നല്ലയാളാ. സ്ഥലം എത്തിയതുപോലും അറിയാതെ എന്തുറക്കായത്? ഇന്ന് ജോലിക്കൊന്നും പോകുന്നില്ലേ? കക്ഷത്തിൽ നിന്നെടുത്ത ബാഗും മറ്റു സാധനങ്ങളും ഒതുക്കി വെച്ചുകൊണ്ടവൻ തിരക്കി. ഹാ, അറിയാതെ ഉറങ്ങിപ്പോയതാ. മടിയിലിരുന്ന ബാഗ് എടുത്ത് ചുമലിൽ തൂക്കിക്കൊണ്ടവൾ തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്ന് നടന്നകന്നു. ദേവിക, അഖിയുടെ ദേവു, അറിയാതെ ചെയ്തു പോയ ഒരു തെറ്റിൻ്റെ പേരിൽ മെഴുതിരി പോലെ ഉരുകി ജീവിക്കുന്നവൾ. മനോഹരമായിരുന്നു അഖിയുടെയും ദേവുവിൻ്റെയും പ്രണയം. വീട്ടുകാരുടെ സമ്മതത്തോടെ സ്വയം മറന്ന് പ്രണയിച്ചിരുന്നവർ പ്രണയവും സ്നേഹവും മാത്രം നിറഞ്ഞു നിന്ന അവരുടെ ലോകത്തിലേക്ക് അവൾ കടന്നു വന്നതും ഇരുവരും പതിയെ അകന്നു. ഇന്നവൻ എവിടെയാണെന്ന് പോലും അവൾക്കറിയില്ല. ഒരുപാട് അന്വേഷിച്ചെങ്കിലും അവനെ കണ്ടെത്താൻ മാത്രം അവൾക്ക് കഴിഞ്ഞില്ല. ഹാ, ദേവിക വന്നോ? നല്ലയാളാ താൻ. എവിടെയായിരുന്നു ഇതുവരെ? ഹാ, ഒന്നും പറയണ്ട, ഇന്നിത്തിരി വൈകിപ്പോയി. ദാ നീ പറഞ്ഞ പൂക്കൾ, ഇത് വാങ്ങിക്കാൻ പോയതാ, അതാ വൈകിയത്. കയ്യിലെ കവർ രഞ്ജിതയെ ഏൽപ്പിച്ചുകൊണ്ട് അവൾ കൈ പതിയെ ഒന്ന് കുടഞ്ഞു. ഹാ, നന്നായി. ഇതെങ്ങാനും കിട്ടിയില്ലായിരുന്നെങ്കിൽ സാറിന് തല കീഴാക്കി വെച്ചേനെ. എന്താണെന്നറിയില്ല, ആളുടെ ടേബിളിൽ എപ്പോഴും സൂര്യകാന്തി പൂക്കൾ വേണം. പിന്നെ ദാ ഈ ഫയലൊന്ന് റീചെക്ക് ചെയ്തിട്ട് സാറിൻ്റെ ടേബിളിൽ കൊണ്ടുവച്ചേക്ക്. ഇല്ലെങ്കിൽ ഇനി അത് മതി ആ സാധനത്തിന്. എന്തേ, അത്ര ഭീകരനാണോ സാറ്? ആണോന്നോ? കാണാൻ ആള് ചുള്ളന. കണ്ടാൽ ആർക്കും ഇഷ്ടം തോന്നും. പക്ഷേ എന്താ പ്രയോജനം? എറിയാൻ അറിയാവുന്നവനും വടി കൊടുക്കില്ലല്ലോ. എന്തായാലും നീ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ആൾ ലീവായിരുന്നല്ലോ. ഇന്ന് ജോയിൻ ചെയ്യും. നീ തന്നെ കണ്ടറിഞ്ഞു. ദീർഘമായൊന്ന് നിശ്വസിച്ചുകൊണ്ട് ആരോടെന്നില്ലാതെ പറഞ്ഞുകൊണ്ട് രഞ്ജിത തൻ്റെ കയ്യിലെ ഫയൽ അവളെ ഏൽപ്പിച്ചുകൊണ്ട് അവൾ നൽകിയ പൂക്കളുമായി തിടുക്കത്തിൽ നടന്നകന്നു. തൻ്റെ സീറ്റിൽ ചെന്നിരുന്ന ദേവിക മുഖമൊന്ന് അമർത്തി തുടച്ച ശേഷം ഫയൽ തുറന്നു. അഖിക്കും സൂര്യകാന്തി പൂക്കൾ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നവൾ ഓർത്തു.
പെട്ടെന്ന് തെന്നിമാറിയ തൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്തിക്കൊണ്ടവൾ ഫയലിലേക്ക് ശ്രദ്ധ തിരിച്ചു. ചെക്ക് ചെയ്ത ഫയൽ സാറിൻ്റെ ടേബിളിൽ വെച്ച ശേഷം അവൾ പതിയെ ഓഫീസിന് വെളിയിലേക്ക് ഇറങ്ങിയതും തനിക്കെതിരെ നടന്നു വരുന്ന ആളെ കണ്ടതും എന്തു ചെയ്യണമെന്നറിയാതെ അവൾ തറഞ്ഞു നിന്നു. അവൾക്കരികിലെത്തിയതും അവൻ അവളെ അടിമുടിയൊന്ന് നോക്കി. നീ വല്ലാതെ മെലിഞ്ഞു. എന്താ സാർ? അവൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാതെ അരികിലുണ്ടായിരുന്ന മറ്റൊരു സ്റ്റാഫിൻ്റെ ചോദ്യം കേട്ടതും അവൻ്റെ തുറിച്ചുള്ള നോട്ടം കണ്ടതും ഭയത്തോടെ അവർ തൻ്റെ സീറ്റിലേക്കിരുന്നു. ദേവിക, എൻ്റെ ക്യാബിനിലേക്ക് വന്നേ. തന്നെ നോക്കാതെ തല താഴ്ത്തി നിൽക്കുന്നവളെ കണ്ടതും അവൻ ദേഷ്യത്തോടെ അല്പ ഉച്ചത്തിൽ പറഞ്ഞു. അത് കേട്ടതും ഭയത്തോടെ അവൾ തലകുലുക്കി. അവനു പിറകെ ക്യാബിനിലേക്ക് കയറിയതും പിന്നിൽ ഡോറടയുന്ന ശബ്ദം കേട്ടവൾ പതിയെ തിരിഞ്ഞു നോക്കാനാഞ്ഞതും പിറകിൽ നിന്നവൻ അവളെ വട്ടം പിടിച്ചതും ഒരേ സമയത്തായിരുന്നു. തൻ്റെ വയറിൽ കൈ ചുറ്റി കഴുത്തിൽ മുഖം പൂഴ്ത്തിക്കൊണ്ട് ഒന്നും പറയാതെ നിൽക്കുന്നവനെ കണ്ടതും അവൾ ഒന്ന് പുഞ്ചിരിച്ചു. നീലിമ സന്തോഷത്തോടെ ഇരിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞ്. ദേ, നീ എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ. ഗർഭിണിയാണെന്നും ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണ് എന്നും പറയാനും ഒരുത്തിയും കേട്ട പാതി കേൾക്കാത്ത പാതി എല്ലാം ഇട്ടെറിഞ്ഞു പോകാൻ വേറെ ഒരുത്തിയും. നീയൊക്കെ എന്താടി വിചാരിച്ചു വെച്ചേക്കുന്നത്? ഞാൻ കയറൂരിവിട്ട അമ്പലക്കാളയാണെന്നോ? ദേഷ്യത്തോടെ തന്നെ വിട്ടകന്ന് നിൽക്കുന്നവനെ കണ്ടതും അവൾ പുഞ്ചിരിയോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവള് തന്ന വീഡിയോസും ടെസ്റ്റ് റിസൾട്ടും കണ്ടപ്പോൾ ആ കുഞ്ഞിനെ ഓർത്താ ഞാൻ. എന്നിട്ട് ആ കുഞ്ഞെവിടെ? അത് പിന്നെ അവൾ കള്ളം പറഞ്ഞതാണെന്ന് മനസ്സിലായപ്പോൾ മോർഫ് ചെയ്ത വീഡിയോയും ഒറിജിനൽ വീഡിയോയും കണ്ടാൽ തിരിച്ചറിയാത്ത നിന്നെയാണല്ലോ ദൈവമേ ഞാൻ ഇത്രയും കാലം സ്നേഹിച്ചത് എന്ന് ഓർക്കുമ്പോഴാ. അഖി, സോറിടാ. സത്യങ്ങൾ അറിഞ്ഞപ്പോൾ ഒരുപാട് അന്വേഷിച്ചു അല്ലേ? പക്ഷേ നീ എവിടെയായിരുന്നു? എല്ലായിടത്തും അന്വേഷിച്ചപ്പോൾ നീ അന്വേഷിക്കാത്ത ഒരിടത്ത്, നിന്റെ വീട്ടിൽ. എൻ്റെ വീട്ടിലോ? ഞെട്ടലോടെ തന്നെ നോക്കുന്നവളുടെ കവിളിൽ അമർത്തി ഉമ്മ വെച്ചുകൊണ്ടവൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് പിടിച്ചു ചേർത്തു. അതെ, നിനക്ക് എൻ്റെ വീട്ടിൽ പോയി നിൽക്കാമെങ്കിൽ എനിക്ക് നിൻ്റെ വീട്ടിൽ നിൽക്കാം. ഹോ, മരുമോൻ വീട്ടിലുള്ളത് കൊണ്ടാണല്ലേ അച്ഛനും അമ്മയും എന്നെ കാണാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരുന്നത്. ഈ നാട് മുഴുവൻ ഞാൻ നിന്നെ അന്വേഷിക്കുന്നത് കണ്ടിട്ടും ഒരു മനസാക്ഷിക്കുത്തും ഇല്ലാതെ നോക്കി നിന്ന രണ്ടിനും ഞാൻ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് സെറ്റാക്കാം. ഇപ്പൊ തൽക്കാലം ഞാനൊന്ന്. അവളുടെ മുഖം ഇരു കൈകളാലും കോരിയെടുത്തുകൊണ്ടവൻ വിരലുകളാൽ അവളുടെ ചുണ്ടുകളിൽ പതിയെ തഴുകി. കാര്യം മനസ്സിലായവൾ പതിയെ കണ്ണുകൾ അടച്ചുകൊണ്ടവന് സമ്മതം നൽകി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.